ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ചെയ്യണത്. ഇത് കണ്ടോ, ഇതൊരു ഫ്രോക്കാണ്. ഈ ഫ്രോക്ക് കുത്തി കീറി കണ്ടോ. അപ്പം ഇതെങ്ങനെ നമുക്ക് ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് ഇപ്പം ഇതുപോലെ അടുക്കിയൊക്കെയാണെങ്കിൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് എങ്ങനെ ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് ഡാൺ ചെയ്യാം. നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീനിൽ ഡാൺ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സാധാ മെഷീനായാലും ഫ്യൂസിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വരും. കണ്ടോ, ഇത് ഇത്രയും നോക്കിയേ, ഓപ്പൺ ഇങ്ങനെ കണ്ടില്ലേ ഇവിടെ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇത് ഈ ഇത്രയും ഇത് വീതി വേണം, നീളം വേണം കേട്ടോ. ഇത്രയും ഇതിൽ കീറിയിട്ടുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ ഇതുപോലെ ഒരു പീസ് എടുക്കുക, നമുക്കൊരു പീസ് എടുക്കുക. പിന്നെ ഫ്യൂസിങ് ടേപ്പ് ഈ കീറിയ ഭാഗത്തിന്, ഈ കുത്തി കീറിയ ഭാഗത്തിന് നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി വയ്ക്കുക, കറക്റ്റായിട്ട് ഇങ്ങനെ ഒതുക്കി വയ്ക്കുക. അതിനുശേഷം നമ്മളുടെ ഫ്യൂസിങ് ടേപ്പാണ്. ഇതിൻ്റെ ഷീറ്റൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഫ്യൂസിങ് ടേപ്പ്. ഈ ഫ്യൂസിങ് ടേപ്പ് നമ്മൾ ഈ കീറിക്കണേൻ്റെ കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങട്ടെ. അപ്പോൾ ഈ അറ്റത്താണ് ഇവിടെ എൻ്റെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടേക്കും കുറച്ചും കൂടി, ഈ അറ്റത്തേക്കും കുറച്ചും കൂടി നീക്കി വയ്ക്കാം. ഇതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് എന്ത് വേണം, നമ്മൾ ഇതുപോലെ, ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ആണല്ലോ, ഇതുപോലൊരു പീസ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇവിടെ വയ്ക്കുക. ഈ ഫ്യൂസിങ് ടേപ്പിൻ്റെ മറുവശത്താണ് കേട്ടോ ഞാൻ ഇത് വെച്ചേക്കണത്. ഫ്യൂസിങ് ടേപ്പ് വെച്ചേക്കുന്നത് നല്ല വശത്ത് വയ്ക്കരുത്, മറുവശത്ത് വയ്ക്കുക. മറുവശത്ത് വെച്ചിട്ട് ഇനി അതുപോലെ തന്നെ അത്രയും ഒരു ഇതിലുള്ള ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കിങ്ങനെ അയൺ ചെയ്തത് ഒട്ടിക്കണം. ഇത് മുട്ടി, ആ പീസ് കണ്ട, ഇത് മുട്ടിപ്പിടിച്ച്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നോക്കിയേ, ഇത് മുട്ടിപ്പിടിച്ചു, ഈ പീസ് ഇത് മുട്ടിപ്പിടിച്ചു. ഇനി നമുക്ക് നല്ല വശത്ത് കണ്ടോ, തിരിച്ചറിയ പോലും ഇല്ല നമുക്ക് എവിടെയാ ഈ ഭാഗം കണ്ടോ നോക്കിയേ, എത്ര ഭംഗിയായിട്ട് ഇവിടെ ഒട്ടിയിരിക്കണേന്ന് നോക്കി. എന്നിരുന്നാലും നമുക്ക് ഇവിടെ ചെറിയൊരു ഇത് കാണാം കീറിയൻ്റെ, പക്ഷെ എന്ത് ഭംഗിയിലാ ഒട്ടിയെന്ന് നോക്കിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളുടെ മെഷീനിൽ ഡാൺ ചെയ്തെടുക്കണം. അതായത് ടേബിൾ ടോപ്പ് മെഷീനിൽ സീലിട്ടിട്ട് നമുക്കിങ്ങനെ ചെറിയ സ്റ്റിച്ചിൽ ഇങ്ങനെ ഡാൺ ചെയ്തെടുത്താൽ കണ്ടോ, ഇതിങ്ങനെ അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് കഴുകുമ്പോൾ ഇത് അടന്നു പോകുമ്പോൾ അത് നമുക്ക് ഭംഗിയായിരിക്കില്ല. ഇത് കണ്ടോ, നമ്മളിങ്ങനെ കൂട്ടിയടിക്കണം, അതിലൊക്കെ എത്ര വൃത്തിക്ക് വന്നു നോക്കിയേ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ടേബിൾ ടോപ്പ് മെഷീനിൽ ലെങ്ത്ത് എന്ന് എഴുതിയിട്ടുണ്ടാവും. ലെങ്ത്ത് 1 കേട്ടോ. നോർമൽ സ്റ്റിച്ച് നമുക്കൊരു 3.5 4 ഇത് നമ്മൾ ഡാൺ ചെയ്യാനായിട്ട് നമുക്ക് ലെങ്ത്ത് 1 ABC ഉണ്ട്. A നോർമൽ സ്റ്റിച്ചാണ്. സീലിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നല്ല വശത്ത് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, മറുവശത്താണ് നമ്മൾ ഇതൊക്കെ ഒട്ടിക്കേണ്ടത്. കറക്റ്റ് നമ്മൾ ആ കീറി, ഇതിപ്പോൾ അറിയ പോലും ഇല്ല നമുക്ക് എവിടെയാണ് കുത്തി കീറിക്കണമെന്നുള്ളത്. ആ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഭംഗിയായി. പക്ഷേ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് അടന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഇതിൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഒരു റൗണ്ടും കൂടിയും നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും സ്റ്റിച്ച് ചെയ്യണം നമുക്ക്. അപ്പോഴാണ് നല്ല ഉറപ്പായിട്ട് ഇരിക്കുള്ളൂ. കണ്ടോ ഓക്കെ, നിങ്ങൾക്ക് കാണില്ല അത് അത്രയും കണ്ടോ. സ്റ്റിച്ച് ചെയ്തൊക്കെ ഒരു റൗണ്ടും കൂടിയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നല്ല ഭംഗിയിൽ നല്ല ഉറപ്പായിട്ട് ഇരുന്നോളൂ.